നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. തൃശൂരിൽ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ ബാർ എക്സൈസിന്റെ വലയിലായി. കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. പാഠം 1 പാടത്തേക്ക് എന്ന ആശയവുമായി അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ടുനേർച്ചയും മജ്ലിസ് സുന്നൂർ വാർഷികവും നടന്നു. വാർത്തകൾ വിശദമായി അറിയാം. ഓട്ടോറിക്ഷയിൽ മദ്യം വിറ്റും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയും നടത്തിയിരുന്ന സഞ്ചരിക്കുന്ന ബാർ എക്സൈസിന്റെ വലയിലായി. ആലത്തൂർ കണ്ണമ്പ്ര കല്ലിങ്ങപ്പാടം പുതുപ്പള്ളി വീട്ടിൽ ഷാജിയെയാണ് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റീസ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 41 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ഓട്ടോറിക്ഷ എന്നിവ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. പയ്യന്നൂർ റേഞ്ചിലെ എളനാട് കിഴക്കേമുറി ജുമാ മസ്ജിദിന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സ്ഥിരമായി വാഹനത്തിൽ മദ്യം കൊണ്ടുനടന്ന് ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുകയും വാഹനത്തിനുള്ളിൽ തന്നെ മദ്യം കഴിക്കാനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തിരുന്നതായി എക്സൈസ് കണ്ടെത്തി. ഒരാഴ്ചയിലേറെയായി രഹസ്യ നിരീക്ഷണത്തിലായിരുന്ന പ്രതിയെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അന്തിക്കാട് കാർ തടഞ്ഞു നിർത്തി 16 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബീലിനെ ബാംഗ്ലൂരിൽ നിന്നും പിടികൂടി. കാമുകിയുമൊത്ത് ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പ്രതി പിടിയിലായത്. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ US ഡോളർ തരാമെന്ന് വിശ്വസിപ്പിച്ച് പാലക്കാട് നിന്ന് 4 പേരെ വിളിച്ചു വരുത്തി അവർ സഞ്ചരിച്ചിരുന്ന കാറിന്റെ ചില്ല് തല്ലിപ്പൊളിച്ച് കാറിലുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിൽ മുഖ്യ സൂത്രധാരനായ കട്ടിംഗ് നബീൽ എന്നറിയപ്പെടുന്ന മലപ്പുറം അരീക്കോട് മുതുവല്ലൂർ സ്വദേശി ചത്തക്കുണ്ടങ്ങൽ വീട്ടിൽ നബീൽ എന്നയാളെയാണ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. ഈ കേസിലെ മറ്റൊരു പ്രതിയെ ജൂൺ 22-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. പാഠം 1 പാടത്തേക്ക് എന്ന ആശയവുമായി അളഗപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർഷിക ക്ലബിലെ കുട്ടികൾ കാവല്ലൂർ പച്ചളിപ്പുറം വട്ടാണത്ര പാടശേഖരത്തിൽ ഞാറു നടാനിറങ്ങിയത് വേറിട്ട കാർഷിക പാഠമായി. പഞ്ചായത്തിലെ പാരിജാതം ഹരിതസേനയുടെയും സ്കൂൾ കാർഷിക ക്ലബിന്റെയും നേതൃത്വത്തിൽ കുട്ടി കർഷകരോടൊപ്പം രക്ഷിതാക്കളും അധ്യാപകരും ജനപ്രതിനിധികളും പാടത്ത് ഞാറു നടാൻ ഒരേ മനസ്സോടെ ഇറങ്ങിയത് വ്യത്യസ്ത അനുഭവമായി. നെൽകൃഷിക്കുള്ള നിലമൊരുക്കൽ, ഞാറ്റടി തയ്യാറാക്കൽ, ഞാറുനടിയിൽ എന്നിവയുടെ പാഠങ്ങൾ കർഷക തൊഴിലാളികളിൽ നിന്നും കർഷകരിൽ നിന്നും കുട്ടികൾ നേരിട്ട് മനസ്സിലാക്കി. ഹരിതസേനയിലെ തൊഴിലാളികൾ പരമ്പരാഗത രീതിയിൽ ഞാറു നടുന്നതിന് കുട്ടികളെ പരിശീലിപ്പിച്ചു. നാടൻ പാട്ടുകൾക്കും കൃഷിപ്പാട്ടുകൾക്കും ഒപ്പം ഒരു പാഠം മുഴുവനും കുട്ടികൾ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത മനുരത്ന എന്ന നെല്ലിന്റെ ഞാറു നട്ടു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഞാറ്റുത്സവം ഉദ്ഘാടനം ചെയ്തു. അളഗപ്പ നഗർ കൃഷി ഓഫീസർ EN രവീന്ദ്രൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർമാരായ ലിറ്റി മെജോ, KK ഹരിദാസ്, സിനി ബിജു, സോജിയ പിന്റോ, പ്രധാന അധ്യാപിക സിനി M കുര്യാക്കോസ്, PTA പ്രസിഡന്റ് സോജൻ ജോസഫ്, പാരിജാതം ഹരിതസേന ഭാരവാഹികളായ സംഗീത AR, ബിനി ജെയ്സൺ, കാർഷിക ക്ലബ് കൺവീനർ MB സജീഷ്, അധ്യാപകരായ ജിഷ IS, ലീന PD എന്നിവർ നേതൃത്വം നൽകി. ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ മുങ്ങിമരണങ്ങളും ഒഴുക്കിൽപ്പെടുന്നതും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ 4 പേരാണ് ഇവിടെ പുഴയിൽ മുങ്ങി മരിച്ചത്. കുളിക്കുന്നതിന്റെ കാൽ വഴുതി ഒഴുക്കിൽപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ടവരുടെ എണ്ണം നിരവധിയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കടവിൽ കുളിക്കുന്നതിനിടെ അമ്മയും മകളും ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്നെങ്കിലും സമീപത്ത് ചൂണ്ടയിട്ടിരുന്നവർ ഇവരെ രക്ഷപ്പെടുത്തി. മറ്റത്തൂർ കാവനാട് ശുദ്ധജല പദ്ധതിയുടെ ആറ്റപ്പള്ളിയിലുള്ള പമ്പ് ഹൌസിന് സമീപത്താണ് ആറ്റപ്പള്ളി പാറക്കടവുള്ളത്. കടവിൽ നിന്ന് 50 മീറ്ററോളം മാത്രം താഴെയാണ് ആറ്റപ്പള്ളി റെഗുലേറ്റർ കം ബ്രിഡ്ജ്. അതിനാൽ തന്നെ കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് ആഴവും ശക്തമായ ഒഴുക്കും കൂടുതലാണ്. കടവിൽ പുഴയിലേക്ക് ഇറങ്ങാനായി 2ഓളം പടവുകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കൈവരികളോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. കടവും പരിസരവും ശാന്തമായ സ്ഥലമായതിനാൽ ധാരാളം പേർ ഇവിടെ വന്നിരിക്കാറുണ്ട്.
കടവിലെ പടവുകളിൽ ഇറങ്ങുന്നവർക്ക് ചെറിയ അശ്രദ്ധ ഉണ്ടായാൽ പോലും കാൽ വഴുതി പുഴയിലെ ആഴമുള്ള ഭാഗത്തേക്ക് വീഴും. അടുത്ത കാലത്ത് ഇവിടെ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. അപകട മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആറ്റപ്പള്ളി കടവിലെ പടവുകളുടെ വശങ്ങളിൽ സുരക്ഷാവേലി സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അപകടങ്ങൾ പതിവായിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടിയില്ലാതെ വന്നപ്പോൾ സമീപത്തെ പാം ഹൌസ് ജീവനക്കാർ ചേർന്ന് 2 വർഷം മുൻപ് ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. പുലിക്കണ്ണി ദാറുൽ തഖ്വ ഇസ്ലാമിക് അക്കാദമിയിൽ ഷൈഖുന ചെറുവാളൂർ ഹൈദറാസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ടുനേർച്ചയും മജ്ലിസ് സുന്നൂർ വാർഷികവും നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 26 വൈകിട്ട് 4:30 മൊയ്തീൻ ഹാജി എടത്തടത്തിൽ പതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന വാർഷികാഘോഷങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തും. മന്ത്രി EV അബ്ദുൽ ഗഫൂർ, MP ഹാരിസ് ബീരാൻ, KK രാമചന്ദ്രൻ MLA എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. 2ാം ദിവസമായ ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ചടങ്ങ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. PA അബൂബക്കർ ഹുദ്വി മുഡംപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തും. 3ാം ദിവസ പരിപാടികൾ അൽ ഹാജി P മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകുന്ന മൗലിദോടെ തുടക്കമാകും. സമസ്ത സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അനുഗ്രഹ പ്രഭാഷണവും AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണവും നടത്തും. ഇല്യാസ് ഫൈസി, അബ്ദുൽ കരീം ഫൈസി പൈങ്കണ്ണിയൂർ, അബ്ദുൽ ലത്തീഫ് ദാരിമി തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് അന്നദാനമുണ്ടാകും. സ്വാഗത സംഘം ഭാരവാഹികളായ ഹുസൈൻ ഹാജി അരിപ്പുറം, EM ഉമ്മർ, കുഞ്ഞുമൊയ്തീൻ ഹാജി, ഇർഷാദ് വാഫി ആനക്കയം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 255 രൂപ കുറഞ്ഞ് ഗ്രാമിന് 12,845 രൂപ, പവന് 1,02,760 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ സഞ്ചരിക്കുന്ന ഓട്ടോറിക്ഷ ബാർ എക്സൈസിന്റെ വലയിലായി. കാർ തടഞ്ഞു നിർത്തി 16.25 ലക്ഷം രൂപയും ഐഫോണും കവർന്ന കേസിലെ മുഖ്യ സൂത്രധാരൻ പിടിയിൽ. പാഠം 1 പാടത്തേക്ക് എന്ന ആശയവുമായി അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ. മറ്റത്തൂർ ആറ്റപ്പള്ളിയിലുള്ള കുളിക്കടവിൽ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുവാളൂർ ഹൈദ്രോസ് മുസ്ലിയാരുടെ 7ാമത് ആണ്ടുനേർച്ചയും മജ്ലിസ് സുന്നൂർ വാർഷികവും നടന്നു. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.